ഏട്ടാ ആ ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആരാ? ആ എനിക്കറിഞ്ഞൂടാ. വിരാട് കോഹ്ലിയാ. വിരാട് കോഹ്ലി? അല്ല അല്ല അല്ല. വിരാട് കോഹ്ലിക്ക് ധോണിയെക്കാളും 100 സെഞ്ചുറീസോ? ആ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അല്ല നോക്കുന്നത് സക്സസ്. പിന്നെ റൊണാൾഡോ. അങ്ങനെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു കാര്യം ചെയ്യും, നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛാ അച്ഛാ ഈ എന്തോ ലോകത്തിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആരാ? സക്സസ്ഫുൾ ആയിട്ടുള്ളതോ? ഒരുപാട് പേര്, എല്ലാവരും തന്നെ സക്സസ്ഫുൾ അല്ലേ. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? ചിലർ വിചാരിക്കുന്നത് പൈസയുള്ളവരാണ് സക്സസ്ഫുൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയവരാണ് സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഒരു വലിയ പൊസിഷൻ എത്തിയവരാണ് സക്സസ്ഫുൾ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമുക്കൊരു സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ആവശ്യത്തിന് സമയം, നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സമയം നമുക്ക് കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ് ശരിക്കും സക്സസ്ഫുൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് കളിക്കാൻ സമയം വേണം, വേണ്ടേ? കളിക്കാൻ സമയം വേണം, അല്ലേ? നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്ന് കളിക്കണ്ടേ, അല്ലെ? തലയും കുത്തി പറയാനൊക്കെ സമയം കിട്ടണ്ടേ? അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാല് സക്സസ്ഫുൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ദിവസവും വൈകിട്ട് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു സന്തോഷം, എല്ലാ കാര്യങ്ങൾക്കും സമയം നമ്മൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ തന്നെയാണ്.